ജനസംഖ്യയിൽ രാജ്യത്തെ നാലാമത്തെയും ആറാമത്തെയും സംസ്ഥാനങ്ങൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുൻപാണ് ലോക്സഭയിൽ 131 ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വരെയാക്കി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വനിതാ സംവരണം നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. കാര്യമായ കൂടിയാലോചനയില്ലാതെ പ്രത്യേക സമ്മേളനം വിളിച്ച് ബിൽ എന്തിനു കൊണ്ടുവന്നുവെന്ന് സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നെങ്കിലും ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന അതിനുള്ള മറുപടി കൂടിയായി. ലക്ഷ്യം പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് ബംഗാളിൽ BJP പ്രതിപക്ഷമായത്. BJP തൃണമൂലിന് മുഖ്യ എതിരാളിയായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും. ആകെയുള്ള 42-ൽ 18 സീറ്റുകളെന്ന് BJP നേടി. ഇത്തവണ അസം കഴിഞ്ഞാൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനവും പശ്ചിമ ബംഗാൾ തന്നെ. ബീഹാർ തെരഞ്ഞെടുപ്പിനെ മദർ ഓഫ് ഓൾ ഇലക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആയിരുന്നു. SIR അടക്കമുള്ള പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പരാമർശം. എന്നാൽ SIRന്റെ യഥാർത്ഥ സ്വാധീനം പ്രകടമാകുക പശ്ചിമ ബംഗാളിലായിരിക്കും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ബംഗാളിൽ 90 ലക്ഷം വോട്ടർമാരാണ് പുറത്തായത്. സുപ്രീം കോടതി നിർദ്ദേശിച്ച ട്രൈബ്യൂണലുകൾക്ക് ഇത്രയും വലിയൊരു വിഭാഗത്തെ നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ ഉൾപ്പെടുത്തുക എന്നത് അപ്രായോഗികം. മമതയുടെ പ്രധാന വോട്ട് ബാങ്കായ മുസ്ലിം വിഭാഗത്തെ ഈ മാറ്റങ്ങൾ ബാധിക്കുമെന്നും അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നുമുള്ള വിലയിരുത്തൽ BJPക്കുണ്ട്. മുസ്ലിം മതവിഭാഗത്തെ പോലെ തന്നെ മമതാ ബാനർജിയുടെ ഏറ്റവും കരുത്തുറ്റ വോട്ട് ബാങ്കാണ് ബംഗാളിലെ സ്ത്രീകൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ 13% വോട്ട് അധികം നേടി തൃണമൂൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയത് സ്ത്രീ വോട്ടർമാരുടെ ഏകീകരണം കൊണ്ടായിരുന്നു. ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക എന്ന തന്ത്രമാണ് BJP ഇപ്പോൾ പായിറ്റുന്നത്. എന്നാൽ സ്ത്രീ ശാക്തീകരണത്തിനായി മമതാ ബാനർജി നടപ്പിലാക്കിയ പദ്ധതികൾ അത്രമേലാഴത്തിൽ ബംഗാൾ സമൂഹത്തിൽ വേരോടിയിട്ടുണ്ട്. 25-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കുന്ന പദ്ധതിയായ ലക്ഷ്മി ഭണ്ഡാർ. ഗ്രാമീണ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ഏകോപിപ്പിച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ആനന്ദധാര. ശൈശവവിവാഹം തടയാനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന കന്യാശ്രീ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ സഹായമായി 25,000 രൂപ നൽകുന്ന രൂപശ്രീ പ്രഗൽഭ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ശിക്ഷാശ്രീ. ഈ പദ്ധതികൾ കേവലം സാമൂഹിക മാറ്റത്തിൽ ഒതുങ്ങാതെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ മമതയുടെ അജയ്യമായ വോട്ട് ബാങ്കായി മാറ്റി തീർത്തു. ഭരണഘടനാ ഭേദഗതി ബില്ലിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും സ്ത്രീകളെ സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കുന്നതിൽ മമത എന്നും മുന്നിലുണ്ട്. ഇത്തവണ തൃണമൂൽ സ്ഥാനാർത്ഥി പട്ടികയിൽ 52 പേർ സ്ത്രീകളാണ്. 27% വരും ഇത്. BJPയിലേത് 33 പേർ മാത്രമാണ്. 2021 അധികാരമേൽക്കുമ്പോൾ മമത അടക്കം 9 വനിതാ മന്ത്രിമാരാണ് സർക്കാരിൽ ഉണ്ടായിരുന്നത്. രാജ്യത്ത് 16 സംസ്ഥാനങ്ങളിൽ BJP മുഖ്യമന്ത്രിമാർ ഭരിക്കുമ്പോഴും ഡൽഹിയിൽ മാത്രമാണ് BJPക്ക് വനിതാ മുഖ്യമന്ത്രി. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവും സന്ദേശ് കാലിയിലെ അതിക്രമങ്ങളും ഉയർത്തിക്കാട്ടി മമതയുടെ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരിൽ നിന്ന് സ്ഥാപിക്കാൻ പ്രചാരണത്തിൽ ഉടനീളം BJP ശ്രമിച്ചിട്ടുണ്ട്. നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ബംഗാളിൽ സ്ത്രീ ശാക്തീകരണം ഇരു പാർട്ടികളും മുഖ്യ വിഷയമാക്കുമ്പോൾ ആരുടെ തന്ത്രമാകും വലിക്കുക എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കും.